ബിക്കോസ് ഞാൻ ചെയ്യുന്ന കഥാപാത്രം ഒരു പെയിന്റർ ആണ്, പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ആണ്. ട്രെയിലർ കണ്ടില്ലേ? ട്രെയിലറിൽ തന്നെ കാണാൻ പറ്റുമല്ലോ, ആ ഒരു പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങള് എന്താടാ എടുത്തിരിക്കുന്നുണ്ടോ എന്റെ ചുമ്മാ? അല്ല ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നീ അത് പറ. വി ഹാഡ് എ മീറ്റിംഗ് ഹിം അസോസിയേറ്റ് എല്ലാവരും. അപ്പം ആ ഒരു കഥ എനിക്ക് എല്ലാ ക്ലാരിറ്റിയും വരുത്തി. ഇപ്പം എനിക്ക് പിന്നെ ഒരു റീതോട്ട് എന്നൊരു കാര്യമില്ലായിരുന്നു. ബിക്കോസ് എനിക്ക് ഈ ഒരു സ്ക്രിപ്റ്റിന് ബോണസ് ആണ്, ലൈക്ക് ടു പെർഫോം ചെയ്യുക, വെർസറ്റാലിറ്റി കൊണ്ടുവരാന്നുള്ളത്. സോ ദാറ്റ് ഇസ് വാട്ട് മെയ്ഡ് മീ ചൂസ് ദ സ്ക്രിപ്റ്റ്. ചൂസിംഗ് ഇല്ലായിരുന്നു, ഇറ്റ് വാസ് ലൈക്ക് ഹി സെഡ് സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോഴും സെൽവ എന്ന് പറയുന്ന ക്യാരക്ടർ, ആ സിനിമ 2.25 മണിക്കൂറുണ്ട്, പക്ഷെ 20 മിനിറ്റേ ഉള്ളൂ എന്റെ ക്യാരക്ടർ. അപ്പൊ അതുകൊണ്ടല്ല, അങ്ങനെ തുടങ്ങിയ ഒരു പടമാണ്. ഇപ്പൊ നീലശേട്ടൻ പറഞ്ഞ പോലെ പെട്ടെന്നാണ് ഇത് സിനിമ സംഭവിക്കുകയാണെന്ന് പറയുമല്ലോ. അപ്പൊ കുറെ കാലമായിട്ട് ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന ഐഡിയ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡെസേർട്ട് ടെക്കേഴ്സ് എന്റർടൈൻമെന്റ്സ്. ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത് ഫേസസ് എന്ന പുതിയ ചിത്രത്തിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. ആദ്യം തന്നെ ഇതിന്റെ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് നീലശേട്ടനെ ഞാൻ ഷോയിലേക്ക് പിന്നെ ഫേസസ് എന്ന പുതിയ സിനിമയിലെ ഏറ്റവും പ്രോമിനന്റ് ഫേസ് ആയ കലേഷേട്ട, വെൽക്കം ടു അവർ ഷോ. അതേപോലെ അന്ന റെജി ഘോഷി ഇതിന്റെ ഒരു പ്രോമിനന്റ് ഫേസ് ആണ്. അപ്പൊ സോറി അന്ന ചേച്ചി ഓക്കെ അന, വെൽക്കം ടു അവർ ഷോ. ആൻഡ് അർജുൻ ഗോപാൽ വിളിച്ചാ മതി, എന്നെ വിളിക്കണം. അപ്പം ഈ ഫേസസ് പോസ്റ്ററിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം. പോസ്റ്റർ വളരെ ഡിഫറെന്റ് കളർഫുൾ ആയിട്ടിരിക്കുന്നു. ആരുടെ ഐഡിയ ആയിരുന്നു ഇത്? ഐഡിയ നീലശേട്ടന്റെ ഐഡിയ തന്നെയായിരുന്നു. ആക്ച്വലി ഇതൊരു സോങ്ങിന്റെ ഭാഗമായിരുന്നു അല്ലേ നീലശേട്ടൻ? ഇത് സോങ്ങില് ഇങ്ങനെ ഞങ്ങള്, ബിക്കോസ് ഞാൻ ചെയ്യുന്ന കഥാപാത്രം ഒരു പെയിന്റർ ആണ്, പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ആണ്. ട്രെയിലർ കണ്ടില്ലേ? ട്രെയിലറിൽ തന്നെ കാണാൻ പറ്റുമല്ലോ, ആ ഒരു പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങളുടെ സോങ്ങില് ഇങ്ങനെ ഒരു പെയിന്റിങ് വെച്ചിട്ട്, ബോഡി പെയിന്റിങ് അങ്ങനെയൊക്കെ വെച്ച് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് സംസാരിച്ച് വന്നപ്പോ എന്തുകൊണ്ട് ഫസ്റ്റ് ലുക്കിൽ നമുക്ക് ബോഡി പെയിന്റിങ് പിടിച്ചൂടാ? ആ ഐഡിയ നല്ലതായിരുന്നു, പക്ഷെ അതിൽ എക്സിക്യൂഷനിലേക്ക് വന്നപ്പോഴാണ് കുറച്ച് അത്യാവശ്യം പണി ഉണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഇത് ചെയ്തത് അനന്തു അല്ലെ? അനന്തു എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. പുള്ളിയുടെ ഇൻസ്റ്റയിലൊക്കെ നോക്കിയാൽ കാണാം, ഞാൻ വരയൻ എന്നുള്ള ഒരു പ്രൊഫൈലാണ്. പുള്ളിയാണ് ഇതിന്റെ കംപ്ലീറ്റ് ചെയ്തത്. അപ്പം ഞങ്ങള് ഓൾമോസ്റ്റ് ഒരു 3.5 hours അല്ലെ, 3.5 hours ഞങ്ങള് ഞാനിങ്ങനെ നെഞ്ചു വിരിച്ചു നിന്നു. അതേപോലെ ഹന്ന തിരിഞ്ഞു നിന്ന് ഞങ്ങളെ ഒരുമിച്ച് അങ്ങനെ ചെയ്തു. പക്ഷെ അത് എന്താ പറയണ്ടേ, കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരേപോലെ തന്നെ നിൽക്കണം അത്രയും നേരവും. ഒന്നിങ്ങനെ ചുരുങ്ങിയാൽ പോലും അതിനകത്ത് വര വരും. അപ്പൊ അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് പണിയെടുത്തു. പക്ഷെ അതിന്റെ ഒരു റിസൾട്ട് ഉണ്ട്. എപ്പോഴെങ്കിലും ഈ ഒരു നല്ല സാധനം. എനിക്ക് വേറൊരു കാര്യം ഇഷ്ടപ്പെട്ടു കലേഷേട്ടന്റെ പെയിന്റിങ്ങില് അല്ല എടുത്തു നിൽക്കുന്ന കലേഷേട്ടൻ. ഞാൻ എന്താടാ എടുത്തിരിക്കുന്നുണ്ടോ എന്റെ ചുമ്മാ? അല്ല ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നീ അത് പറ. നോക്കട്ടാ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റർ, അത് ഈ ഒരു പോസ്റ്റർ ഇങ്ങനെ മേക്ക് ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങളൊരു 3.5 മണിക്കൂർ എടുത്തു. അപ്പൊ എപ്പോഴെങ്കിലും അയ്യോ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വേണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അപ്പൊ തോന്നിയായിരുന്നു. പെയിന്റിംഗ് വാസ് ഫൈൻ, കുഴപ്പമില്ല. നമുക്ക് എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് എങ്ങനെയായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഈ പെയിന്റ്, വാട്ട് വാസ് ദ പെയിന്റ് യൂസ്ഡ്? അത് അക്രിലിക്. നമുക്ക് കുറച്ച് സ്കിന്നിന് കുറച്ച് പ്രോബ്ലം, ഒരു സെൻസിറ്റിവിറ്റി. എനിക്ക് നല്ല സെൻസിറ്റീവ് ആണ് എന്റെ സ്കിൻ. എന്റെ പോകുന്നില്ലായിരുന്നു, 2 ദിവസം അതുകൊണ്ട് നടക്കുമായിരുന്നു. അതെ, സത്യം. ഇതിപ്പോ എങ്ങനെ, നിങ്ങൾ ഇത് ഫുൾ ക്ലീൻ ഒക്കെ ആക്കിയിട്ടാണ് വീട്ടിലോട്ട് പോയത്? അത് ആരെങ്കിലും കണ്ട് ഞെട്ടിയോ? ഇല്ല, അല്ലാതെ വേറെ നിർത്തിയില്ലല്ലോ. ഓക്കെ, ഈ ഫേസസ് മൂവി ടൈറ്റിൽ ചൂസ് ചെയ്യാൻ എന്താ കാരണം? ഫേസസ് എന്ന് പറയുമ്പോൾ ഈ മുഖത്തിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ അത് ട്രെയിലറിൽ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈറ്റിൽ നമ്മൾ കുറച്ച് ലേറ്ററാണ് ഈ ഒരു ടൈറ്റിലേക്ക് എത്തിയത്. നമ്മൾ ആദ്യം വേറൊരു വർക്കിംഗ് ടൈറ്റിലൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് ആലോചിച്ചു. ഫേസസിന്റെ തന്നെ പല വേർഷൻസ് ആലോചിച്ചു. ഫേസ് വെച്ചിട്ട് 2 words കോമ്പിനേഷൻ അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നു.
ഫൈനലി നമ്മളിതിൽ എല്ലാവരും ഒരു സിംഗിൾ വേർഡിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം എന്ന് വിചാരിച്ച് എത്തിയാണ്. ഫേസിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഈ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് എത്തിയത്? സ്ക്രിപ്റ്റ് ഇതിന്റെ എന്റെ കോ റൈറ്ററും കൂടി ഉണ്ട്, സുമൻ ഉണ്ട്. സുമനായിരുന്നു, സുമന്റെ ആണ് ആക്ച്വലി ഇതിന്റെ ഒറിജിനൽ സ്റ്റോറി ഐഡിയ. അവിടെ നിന്ന് പിന്നെ നമ്മള് ഇത് ഞങ്ങള് ഫ്രണ്ട്സാണ്, നമ്മള് സ്ഥിരം കാണുന്ന ഫ്രണ്ട്സാണ്, മറ്റു പല സബ്ജക്റ്റുകളും ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ ഡിസ്കഷന്റെ ഭാഗമായിട്ട് എപ്പോഴും ഇങ്ങനെ ഈ ത്രെഡ് പറഞ്ഞിട്ടുണ്ട് ഈ സബ്ജക്റ്റിന്റെ. പിന്നെ നമുക്ക് ഒരു സിനിമ ചെയ്യാനുള്ള ഒരു പ്രൊഡ്യൂസർ വന്ന സമയത്ത് നമുക്ക് ഇത് ചെയ്യാമെന്നൊരു തോട്ട് വന്നു. ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു. അപ്പൊ ആ ഐഡിയ വെച്ച് ചെയ്യാം, കുറച്ച് ഒരു ലിമിറ്റഡ് ഒരു സാഹചര്യങ്ങളിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടൊരു യുണീക്ക് ഐഡിയ ആകുമ്പോൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുമല്ലോ. എസ്പെഷ്യലി നമ്മളെല്ലാവരും ഫസ്റ്റ് കമേഴ്സ് ആകുമ്പോൾ, എല്ലാവരും മീൻസ് ഫോർ മീ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഐഡിയ ആണ് നമുക്കും അതാണ് ഹിറ്റ് ചെയ്തത്. ഈ മൂവിയുടെ ഒരു സ്ക്രിപ്റ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയപ്പോഴേ തോന്നിയായിരുന്നു ഇവരെ ഞാൻ കലേഷിനായിരിക്കും ഇതിൽ മെയിൻ ആയിട്ട് കാസ്റ്റ് ചെയ്യുന്നതെന്ന്? ഇത് വളരെ പെട്ടെന്നായിരുന്നു ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്തതും കാസ്റ്റിംഗ് ആലോചിച്ചതും. അപ്പൊ കാസ്റ്റിംഗ് ആലോചിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിച്ചിട്ടുള്ളൂ, നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് നമ്മുടെ കൂടെ ഇതിന്റെ ത്രൂ ഔട്ട് ട്രാവൽ ചെയ്യുന്ന ആളുകളായിരിക്കണം. ഇപ്പൊ ഈ പോസ്റ്ററിന് ഇവരെടുത്ത എഫേർട്ട് പോലും അവരത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ മാറി നിന്ന് ലാസ്റ്റ് ഒരു മേ ബി ഒരു 5 മിനിറ്റ് കൊണ്ട് ക്ലിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അത്രയും സമയം എടുത്തിട്ടാണ് അതിനുവേണ്ടി അവർ പോസ്റ്റ് ചെയ്ത് നിന്നുള്ളത്. അപ്പോൾ അത്രയും നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന ആളുകൾ വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ടുപേരും എനിക്ക് അറിയാം, പേഴ്സണലി കുറെ നാളായിട്ട് അറിയാം. അപ്പോ അങ്ങനെ രണ്ടുപേരെടുത്തും ഫസ്റ്റ് നറേറ്റ് ചെയ്തപ്പോ തന്നെ രണ്ടുപേരും ആക്ച്വലി ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഹന്നയ്ക്ക് എന്താണ് ഈ ഒരു സ്ക്രിപ്റ്റ് ഫസ്റ്റ് കേട്ടപ്പോ ഫസ്റ്റ് മനസ്സിൽ തോന്നിയ ഇംപ്രഷൻ? ട്രെയിലർ കാണുമ്പോൾ അറിയാലോ, ലൈക്ക് നല്ലൊരു ത്രില്ലറാണ്, റൊമാൻറ്റിക് ത്രില്ലർ. സോ എനിക്ക് ഈ വൺ ലൈൻ പറഞ്ഞപ്പം ലൈക്ക് ഈ സെഡ് ഫേസിന് പ്രാധാന്യമുള്ളതാണ്. സോ ഇൻ ദ ട്രെയിലർ ഓൾസോ പറയുന്നുണ്ട് ഐ ഹാവ് എ സിൻഡ്രോം. സോ ആ ഒരു സിൻഡ്രോം ഉള്ള വ്യക്തിയിൽ ദ ക്യാരക്ടർ, ദ പേഴ്സണാലിറ്റി, എവറിത്തിങ് ചേഞ്ചസ്. അപ്പോൾ അത് പോർട്രേ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ടഫാണ്. അപ്പോൾ അത് എനിക്ക് ചാലഞ്ചിങ് ആയിട്ട് തോന്നി. ഇപ്പോൾ ഇനീഷ്യലി സ്ക്രിപ്റ്റ് എനിക്ക് നീരജ് ഫോണിലൂടെ പറഞ്ഞു തന്നപ്പം വൺ ലൈനാണ് പറഞ്ഞു തന്നെ, ഒത്തിരി ഡൗട്ട് ഉണ്ടായിരുന്നു. സോ ഈ ഫോർവേഡ് മീ ദ PDF അത് വായിച്ചപ്പോൾ എനിക്ക് കൂടുതൽ ഡൗട്ടായിരുന്നു. നേരിട്ട് കണ്ട് വി ഹാഡ് എ മീറ്റിംഗ്, ഹിം അസോസിയേറ്റ് എല്ലാവരും. അപ്പം ആ ഒരു കഥ എനിക്ക് എല്ലാ ക്ലാരിറ്റിയും വരുത്തി. ഇപ്പം എനിക്ക് പിന്നെ ഒരു റീതോട്ട് എന്നൊരു കാര്യമില്ലായിരുന്നു. ബിക്കോസ് എനിക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് നീലിഷ് തരുമ്പം ഹീസ് ട്രസ്റ്റിംഗ് മീ വിത്ത് ദാറ്റ്. സോ എനിക്കത് മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മാക്സിമം എഫേർട്ട് എനിക്ക് ഇടാനുണ്ട്. അത് ഫോർ ആൻ ആക്ടർ ലൈക്ക് മീ എനിക്കതൊരു വലിയ ബോണസാണ്, ലൈക്ക് ടു പെർഫോം ചെയ്യുക, വെർസറ്റാലിറ്റി കൊണ്ടുവരാന്നുള്ളത്. സോ ദാറ്റ് ഈസ് വാട്ട് മെയ്ഡ് മീ ചൂസ് ദ സ്ക്രിപ്റ്റ്. ചൂസിങ് ഇല്ലായിരുന്നു, ഇറ്റ് വാസ് ലൈക്ക് ഹി സെഡ്, നോ പറയാൻ ആർക്കും തോന്നില്ല. ബിക്കോസ് കാണുമ്പോൾ അറിയാം, ഇറ്റ് ഈസ് സോ ഗുഡ്. ഐഡിയയുടെ ഒരു യുണീക്നെസ് ആണ് നമ്മളെല്ലാരെയും എക്സൈറ്റ് ചെയ്യിക്കുന്നത്. ഇപ്പൊ ട്രെയിലർ കണ്ടില്ലേ, ഇപ്പം ഹന്ന ചെയ്യുന്ന ക്യാരക്ടർ, നിത്യ എന്ന് പറയുന്ന ക്യാരക്ടർ, നിത്യ കാണുന്ന എല്ലാ പുരുഷന്മാർക്കും മൈക്കിളിന്റെ മുഖമാണ്. അതാണ് ഞാൻ ചോദിക്കാനുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ട്രെയിലർ കണ്ടത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത് കലേഷനാണ്. അയ്യോ, അങ്ങനെ സ്ക്രീൻ സ്പേസ് അങ്ങനല്ല, ട്രെയിലർ മാത്രം വാച്ച് ചെയ്ത ഒരു ആളെന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അല്ല, അങ്ങനെയും അതിന് വ്യാഖ്യാനിക്കാം. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ആ ഒരു ട്രെയിലർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ചോദിച്ചു, ഇതിനകത്ത് ബ്രോ ശരിക്കും ഉണ്ടോ, അത് ഇവരുടെ തോന്നലാണോ? അപ്പൊ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നവരും ഇല്യൂഷൻ ആണോ, ഹാലൂസിനേഷൻ ആണോ, ശരിക്കും നമ്മളത് എവിടെയും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ സത്യത്തില് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളെ എക്സൈറ്റ് ചെയ്യിച്ച വിഷയം എന്ന് പറയുന്നത് ഇതിലെ സ്ക്രീൻ സ്പേസോ അങ്ങനെയൊന്നും അല്ല, ഈ ഐഡിയയാണ്. മനസ്സിലായി? ഇപ്പം സ്ക്രീൻ സ്പേസിന്റെ കാര്യം പറയണമെങ്കിൽ ഹൃദയം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ 20 മിനിറ്റിൽ കുറവ് ഉള്ള ഒരു സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴും സെൽവ എന്ന് പറയുന്ന ക്യാരക്ടർ, ആ സിനിമ 2.25 മണിക്കൂറുണ്ട്, പക്ഷെ 20 മിനിറ്റ് ഉള്ള എന്റെ ക്യാരക്ടർ. അപ്പൊ അതുകൊണ്ടല്ല, ഇമ്പാക്റ്റ് ആണ് മെയിൻ, സ്പേസ് അല്ല. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഐഡിയ നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിക്കുന്നു. ഇപ്പം നീലേശ്വരൻ എന്നെ വിളിക്കുന്നത്, എനിക്കൊരു മെസ്സേജാ, നീലേശ്വരൻ ഓർമ്മയുണ്ടോ, കലേഷ് വാട്ട് ആർ യു ഡൂയിങ് ഇൻ ഏപ്രിൽ? ഞാൻ പറഞ്ഞു ഐ ആം ഡൂയിങ് മെനി തിങ്സ് ഇൻ ഏപ്രിൽ, ഫ്രീ ആണോ എന്നൊക്കെ, ആർ യു അവൈലബിൾ ഇൻ ഏപ്രിൽ? അതാണ് ഞാൻ പറഞ്ഞു, ഐ ആം അവൈലബിൾ. ഞാനപ്പോ വേറൊരു ഷൂട്ടിൽ നിൽക്കുക, ഒരു വെബ് സീരീസിന്റെ ഷൂട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അവൈലബിൾ ആണ്. എന്താ നീലേശ്വര കാര്യം? അല്ല, ഒരു പടം ഷൂട്ട് ചെയ്യാന്ന് വെച്ചിട്ടാന്ന്. പടം ഷൂട്ട് ചെയ്യാൻ? അപ്പൊ ആരാ ചെയ്യുന്നത്? അല്ല, നമുക്കൊരു പടം ചെയ്യാന്ന്. അങ്ങനെ ലിറ്ററലി ഞാൻ ഷൂട്ടിന്റെ ഇടയിൽ ഒരു ദിവസം ബ്രേക്കിൽ വീഡിയോ കോളിലാണ് കഥ പറയുന്നത്. അത് കഴിഞ്ഞ് വിത്തിൻ 2 വീക്സ് നമ്മൾ പടം ഷൂട്ട് തുടങ്ങി. ആക്ച്വലി അല്ലെ, മാർച്ച് 17-19 കൊണ്ട്
കഥ പറഞ്ഞു. ഏപ്രിൽ 4-ാം തീയതി ഞങ്ങള് പൂജ ചെയ്ത് ഷൂട്ട് തുടങ്ങി. അപ്പം അങ്ങനെ തുടങ്ങിയ ഒരു പടമാണ്. ഇപ്പൊ നീലേശേട്ടൻ പറഞ്ഞ പോലെ പെട്ടെന്നാണ് ഇത് സിനിമ സംഭവിക്കുകയാണെന്ന് പറയുമല്ലോ. അപ്പൊ കുറെ കാലമായിട്ട് ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന ഐഡിയയും സ്ക്രിപ്റ്റും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ എത്തിപ്പെട്ടപ്പോ പെട്ടെന്ന് തുടങ്ങി. അതെ അതെ, നമുക്ക് ഷൂട്ട് അങ്ങനെ തന്നെ ആയിരുന്നു. ഇവര് ഭയങ്കര പെട്ടെന്ന് എനർജറ്റിക് അതുണ്ട്. ബട്ട് ഇവര് ഡയലോഗ്സ് എല്ലാം പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് ഇംപ്രൂവൈസ് ചെയ്ത് നമുക്ക് പലപ്പോഴും സിംഗിൾ ടേക്കിൽ തന്നെ ഓക്കെ ആവുന്ന സാഹചര്യങ്ങളായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഷൂട്ട് പെട്ടെന്ന് നടന്നു. പെട്ടെന്ന് ഇത് വെച്ചിരുന്നത് 20 ദിവസം കൊണ്ട് തീർന്നു. അങ്ങനല്ല, 35 ദിവസം വെച്ചിരുന്നു അല്ലെ? 35 ദിവസം വെച്ചിരുന്നു, 32 ദിവസത്തിലൊക്കെ തീർന്നു തോന്നുന്നു. അല്ല, ഇത് ഒരു ടേക്ക് എന്നുള്ളതിന് തന്നെ നീലേശ്വരൻ പറയുമ്പോ അങ്ങ് പറയാ. ഇപ്പൊ നമ്മൾ ഒരു ഷോട്ട് എന്നൊക്കെ പറയുന്നത്, ഇപ്പം ഹന്ന എന്താ പറയണ്ടേ, ഒരാളുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ആ നിത്യ സംസാരിക്കുമ്പോ ചുമ്മാ സംസാരിക്കുമ്പോഴത്തേക്കും അവിടെ ആ ക്യാരക്ടർ ചെയ്യുന്ന ആക്ടർ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷെ നിത്യ അയാളെ നോക്കിയാൽ അവിടെ ഞാനായിരിക്കണം നിൽക്കുന്നത്. അപ്പൊ സംടൈംസ് നമുക്കൊരു ഷോട്ട് പോലും മാറ്റാൻ പറ്റാതെ ഫ്രെയിം അങ്ങനെ തന്നെ ഇരിക്കുമ്പോ തന്നെ അയാൾ മാറിയിട്ട് ഞാൻ അവിടെ വന്ന് പ്ലേസ് ആവണം. അപ്പൊ അതില് ആ ഫ്രെയിമിൽ 2-3 മെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ 2-3 ക്യാരക്ടർ ഞാൻ ആവേണ്ടി വരും. അപ്പം കുറെ കോംപ്ലിക്കേഷൻസ് ഉള്ള ഷൂട്ടാണ്. ഓരോ ഷോട്ടും നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യണം. പക്ഷെ എന്നിട്ട് പോലും നമ്മളൊരു 30-35 ഡേയ്സിനുള്ളിൽ ഇത് തീർത്തു എന്നുള്ളതാണ് വലിയ കാര്യം. അതേപോലെ തന്നെ അതേപോലെ അർജുന്റെ ക്യാരക്ടറിനെ പറ്റി എന്താണ്? എന്റെ ക്യാരക്ടറിനെ പറ്റി ഇതുപോലെ തന്നെ പെട്ടെന്നാണ് എനിക്ക് വിളി വരുന്നത്. ഇത് ഒരു ആക്ടർ ചെയ്യാൻ വെച്ചൊരു ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ പുള്ളി തിരക്കായി പോയപ്പോ ഞാൻ പേര് പറഞ്ഞില്ലേ, നമ്മുടെ ശ്യാമില്ലേ, ജാക്കി. അപ്പൊ അവനായിരുന്നു ചെയ്യാൻ വെച്ചിരുന്നത്. പക്ഷെ അവന്റെ ഷൂട്ട് വൈകി പോയി തീർന്നില്ലാത്ത സമയത്താണ് ശരിക്കും എനിക്കത് വരുന്ന കോള്. അപ്പൊ ഞാൻ പിന്നെ എനിക്കൊന്നും നോക്കാനില്ല, ഓക്കെ ശരിയാട്ടാ ഞാൻ അങ്ങനെ തന്നെ വന്നു. പക്ഷെ രസമായിരുന്നു. ഞാൻ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, സാധാരണ നായകന് ആരാണോ വില്ലനായിട്ട് തോന്നുന്നത് അതാണ് പ്രേക്ഷകർക്ക് വില്ലൻ. ഇത് ഇവിടെ നായകന് ഞാൻ വില്ലനാണെങ്കിലും പ്രേക്ഷകർക്ക് നോക്കുമ്പോൾ ഞാൻ വില്ലനല്ല. അത് വേറൊരു പരിപാടിയാണ്. പുള്ളിക്ക് മാത്രമേ ഉള്ളൂ പുള്ളിക്ക് ദേഷ്യമുള്ള ഒരാള്. ഞാൻ പാവമാണ്, ഞാനൊരു ഫ്രണ്ടാണ്. പക്ഷെ ഞാൻ ഇതിന്റെ ട്രെയിലർ കണ്ട സമയത്ത് ആദ്യം കുറെ സമയത്ത് കലേഷേട്ടനാണ് കൂടെ ക്യാരക്ടറിന്റെ കൂടെ നിൽക്കുന്നത്, നിത്യ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ കൂടെ. പക്ഷെ പിന്നെ അർജുൻ ചേട്ടനാണ്. അപ്പൊ ഇതിലാരാണ് കറക്റ്റ് നിത്യയുടെ ഒരു പേർ അല്ലെങ്കിൽ ഒരു ലീഡ് ചെയ്താരാ? മൂന്നാമതൊരാളുണ്ട്, അയാളാണ് എന്തിനാ ശരിക്കുള്ള പേര്. അല്ല, അത് പടം കാണുമ്പോ മനസ്സിലാവും. അത് അല്ല, പക്ഷെ ഇവരുടെ കോമ്പിനേഷനും ഈ പറയുന്ന പോലെ സന്ദീപ് അല്ലെ, നിത്യയുടെയും സന്ദീപിന്റെ കോമ്പിനേഷനും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ കെമിസ്ട്രിയും അവരുടെ ആ ഫ്രണ്ട്ഷിപ്പും. പിന്നെ നിത്യ നോക്കുമ്പോഴത്തേക്കും സന്ദീപിന്റെ സ്ഥലത്തും ഞാൻ പോയി നിൽക്കണം, സെയിം കോസ്റ്റ്യൂം ഇട്ടിട്ട്. അത് ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ദൈവം ഈ പുള്ളി എന്റെ പകുതി സാധനം ചെയ്യാനുള്ളത്. അല്ല, അത് എല്ലാ ആക്ടേഴ്സിനും ആ ഫീൽ ഉണ്ട്. പിന്നെ രസമായി, ഓക്കെ സ്റ്റോറി നീഡ്സ്. എനിക്ക് 10 സീൻസ് പറഞ്ഞിട്ട് അതിൽ 5 കലേശേട്ടൻ പിന്നെയും ചെയ്യണം. അല്ല, അത് ഇടയ്ക്ക് പറയാം, കലേശേട്ടാ ഇവിടം വരെയുള്ളത് എനിക്കായിരിക്കുമല്ലോ അല്ലെ, ആ ലാസ്റ്റ് ലൈൻ മാത്രമല്ലേ കലേശേട്ടനുള്ളൂ. ഞാൻ പറഞ്ഞു അത് മാത്രമേ ഉള്ളൂ, അപ്പോഴേ പുള്ളിക്കാരി എന്നെ നോക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെയായിരുന്നു. അല്ല, പക്ഷെ അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഡബ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവരെല്ലാവരെയും വെച്ച് നമ്മൾ ഫുൾ സീൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്നാൽ മാത്രമേ ഇവര് സംസാരിക്കുന്ന പോലെയേ ആ ഒരു ഫീല് കിട്ടണം ഞാനും കൂടി സംസാരിക്കണം. അപ്പൊ മോഡുലേഷൻ കുറച്ചെങ്കിലും ഒന്ന് മാറ്റണം. കാരണം ലുക്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇവന്റെ മുഖമാണ് എല്ലാവർക്കും എന്ന് പറയുമ്പോഴേ വേറെ ലുക്കിൽ ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. ആകെ വരുത്താൻ പറ്റുന്ന കുറച്ച് ഡബിലാണ്. അപ്പൊ ആ ഡബിങ്ങിലാണ് നമ്മൾ എല്ലാ സീൻസും, ഇവരുടെ ഫുൾ സീൻസ് ഇവരെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിപ്പം അർജുൻ ആണെങ്കിലും മറ്റു ക്യാരക്ടേഴ്സ് ആണെങ്കിലും അല്ലെ, നമ്മുടെ ബിറ്റു ചേട്ടനല്ലേ CA ആയിട്ട് വരുന്നത്. പാവത്തിനെ കൂടുതൽ വിഷമിപ്പിക്കണ്ട. അല്ല എടാ, നീ ത്രൂ ഔട്ട് ഉണ്ട്, നിനക്കറിയാലല്ലേ. അർജുനാണെങ്കിൽ ഇതിന്റെ ഒരു പ്രിവ്യൂ കുറച്ച് ദിവസമായി എന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു തരുന്നില്ല. കണ്ടിട്ട് വേണം ഇനി തിയേറ്ററിലോട്ട് വരണോ വേണ്ടോ. ഈശ്വര, ഇവരെല്ലാരും കൂടി അവസാനം എന്നെ. അല്ല, ഇതിനകത്ത് എന്താണെന്നറിയോ, നമ്മളത് എന്തായിക്കോട്ടെ, നമ്മളൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ വൃത്തിക്ക് ചെയ്യുക, ഉള്ള പോലെ വരിക എന്നുള്ളത്, അത് ഒഴിച്ച് മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇട്ടൊരു എഫേർട്ട് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ എങ്ങനെയാണ് ആ ഡയലോഗ് ഡെലിവറി ചെയ്തെന്ന് ചോദിക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം മോഡുലേഷൻ പിടിക്കാനായിട്ട്. എനിക്ക് ചിലപ്പോൾ ഒരു മൂവാറ്റുപുഴ വരുമ്പോൾ ഒരു സ്ലാങ് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും.
അപ്പൊ പുള്ളി ഇത് മാക്സിമം ചിലപ്പോൾ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പലരും ഇപ്പൊ പോലീസായിട്ട് വരുന്നത് പുള്ളി ചെറിയൊരു അങ്കമാലി സ്ലാങ് ആണ്, എന്തുകൊണ്ടാ എന്ന് ചോദിക്കുമ്പോൾ ആ സാധനം പുള്ളി പിടിക്കാൻ ശ്രമിക്കേണ്ടി വരും. ഇത് തന്നെ ഡബിൽ പിടിച്ചിട്ടുണ്ട്, ഇത് തന്നെ ആക്ടിംഗ് ടൈം സമയത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ആളുടെ എഫേർട്ട് എന്ന് പറയുന്നത് ഒരു 3x എഫേർട്ടാണ്. അത് രസമായിരുന്നു. അടുത്ത പടത്തിൽ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തോ. പിന്നെ അതേപോലെ കലേഷേട്ടൻ തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു, പിന്നെ ഡബ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡബ് ചെയ്ത് ഏത് മൂവിയാണെന്ന് പറയും? ഫസ്റ്റ് ഡബ് ചെയ്തൊക്കെ കാർട്ടൂണുകൾക്കാണ് ആദ്യം ഡബ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. നമുക്ക് എടുത്ത ഉടനെ നമ്മൾ അങ്ങനെ സിനിമയ്ക്കൊന്നും ഡബ് ചെയ്യാൻ വിളിക്കില്ല. കാർട്ടൂൺസിൽ ഈ കൊച്ചു ടി വി, സൂര്യ ടിവിയുടെ ഒക്കെ കൊച്ചു ടി വിയില്ല, കൊച്ചു ടി വിയിലെ കുറെ കാർട്ടൂൺസിന് നമ്മൾ സംസാരിക്കാൻ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്താ പറയണ്ട, ഒരു എപ്പിസോഡിന് ഒരു ഡോറ ഒരു പെൺകുട്ടിയല്ലേ. ഡോറ ചെയ്ത ആർട്ടിസ്റ്റിനെ എനിക്കറിയാം, നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് ഡോറ. ബുജിയല്ല. ഞാൻ നിഞ്ച ഹട്ടോരി എന്ന് പറഞ്ഞിട്ടൊരു ഇത് സ്മർഫ് എന്ന് പറഞ്ഞിട്ടൊരു നീല കളറിലെ. ഇതിനെ പറ്റി വലിയ ഐഡിയ. ഞാൻ കാർട്ടൂൺ അധികം നീ ഇപ്പഴും കാണാം. അല്ല, അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമുക്കൊരു നമ്മുടെ ഒരു കളരിയായിരുന്നല്ലോ. ഇപ്പൊ ഇങ്ങനെ ഡബിങ് പ്രാധാന്യമുള്ള സിനിമകൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ ചെയ്യേണ്ടി വരും നമുക്ക് അന്നറിയില്ല. ഈവൻ നമുക്ക് തമിഴിൽ പോലും നമ്മൾ തമിഴിൽ നിന്ന് കേട്ടിട്ടായിരിക്കും മലയാളത്തിൽ ഡബ് ചെയ്യുന്നത്. അപ്പൊ കുറെ തമിഴ് കേട്ട് പഠിച്ചത് കൊണ്ട് സെൽവ എന്ന് പറയുന്ന ഒരു കഥാപാത്രം വന്നപ്പോൾ തമിഴിൽ നമുക്ക് ഡബ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡബിങ് ശരിക്കും നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമകൾക്ക് ചെയ്തിട്ടുള്ളത് കുറെ തെലുങ്ക് സിനിമകൾക്ക് മലയാളത്തിൽ മൊഴിമാറ്റം ചെയ്യുന്ന സിനിമകൾക്ക് ഇപ്പം അഖിൽ അക്കിനേനി എന്നൊക്കെ പറഞ്ഞ ആക്ടർ, പിന്നെ നമ്മുടെ നാനിക്ക് ഒരു പടത്തിൽ ചെയ്തിരുന്നു. പിന്നെ തമിഴില് ആര്യ എന്ന് പറഞ്ഞ ആക്ടറില്ലേ, ആര്യ, ജീവ, സിംബു, അവർക്കൊക്കെ മലയാളത്തിൽ ഡബ് ചെയ്തിട്ടുണ്ട്. സിംബുവിന്റെ ഏറ്റവും അവസാനം ഈശ്വരൻ എന്ന് പറഞ്ഞൊരു പടം വന്നായിരുന്നു, ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് സിംബുവിന്റെ, അതില് ഏറ്റവും അവസാനമായിട്ട് ചെയ്തു. പിന്നെ എനിക്ക് ബോസങ്കര ഭാസ്കരനാണോ, ജീവയ്ക്കും ചെയ്തിട്ടുണ്ട് കുറച്ച് സിനിമകൾ. പിന്നെ നാനിയുടെ മജ്നു ആണോ, എനിക്ക് പേര് കറക്റ്റ് ഓർമ്മയുണ്ട്. ഇതൊക്കെ കുറച്ചു കാലമായി. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കണ്ടവര് കാണുമ്പോ അവർക്ക് പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റും. അല്ല പിന്നെ അങ്ങനെ റീകളക്ട് ചെയ്യാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ബെയർ ഗ്രിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു മാൻ വേഴ്സസ് വൈൽഡ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ ബെയർ ഗ്രിൽസ് ഞാനാണ് മലയാളം വോയിസ്. ഒരു 6 കൊല്ലം നീണ്ടു നിന്ന ഒരു പരമ്പരയായിരുന്നു അത്. 6 സീസൺസ് ഉണ്ടായിരുന്നു. ബെയർ ഗ്രിൽസ് ഇങ്ങനെ ഓരോ കാടുകളിലും ഒക്കെ പോയി അയാളാണ് സംസാരിക്കുന്നത് മൊത്തം. അപ്പം ആ ബെയർ ഗ്രിൽസിന്റെ വോയിസ് ഞാനായിരുന്നു. അപ്പൊ അതിന് കുറച്ച് ഫാൻസ് ഉണ്ടായിരുന്നു. അന്ന് ഞാന് ഹൃദയം വന്നതിന് ശേഷം ഇന്റർവ്യൂ കൊടുത്ത് സംസാരിക്കുന്നത് ഇത് ബെയർ ഗ്രിൽസ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ. അപ്പം ഡിസ്കവറി മലയാളത്തിൽ കാണുന്ന ഒരു പറ്റം ഓഡിയൻസ് ഉണ്ട് ഡിസ്കവറി മലയാളത്തിന്. അപ്പൊ അങ്ങനെ ബെയർ ഗ്രിൽസ് ആക്ച്വലി കലേഷ് സംസാരിക്കുന്നത് കണ്ണടച്ച് കേട്ടോണ്ടിരുന്ന കഴിഞ്ഞാൽ നമുക്ക് പല വോയിസുകളും മനസ്സിലൂടെ വന്നു പോകും. ഞങ്ങൾ ഡബ് ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ ഇത് എവിടെ കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെയുള്ള. അത് പിന്നെ ഇനിയിപ്പോ ഞാൻ വരുത്താതിരിക്കാൻ ശ്രമിക്കുകയാണ്. വേറെന്തെങ്കിലും ഒരു നേസൽ, നമ്മൾ ഇടയ്ക്കൊരു കുറച്ച് നേസൽ ടോണ് കുറച്ചുകൂടി ഇട്ട്, പിന്നെ ചിലതില് ബേസ് കുറച്ചുകൂടി ഇട്ട്, അങ്ങനെയൊക്കെ സ്വന്തം വോയിസ് ഇപ്പൊ ഫേക്ക് ചെയ്തിട്ട് ചെയ്യണം. എന്താ ചെയ്യാ, നമ്മള് നിന്നു പോയത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബ് ചെയ്യുന്നത്. പക്ഷെ ഇത് ശ്രീജ ചേച്ചി പറയാറുണ്ട്, ശ്രീജ രവി ഇല്ലേ, ശ്രീജ ചേച്ചി പറയാറുണ്ട്, മോനെ ഇപ്പൊ എന്നെ അഭിനയിക്കാൻ വിളിക്കുമ്പോഴത്തേക്കും എനിക്ക് ഞാൻ തന്നെ ഡബ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നുള്ള രീതിയിൽ. കാവ്യമാധവനാണോ, നയൻതാരയാണോ, അല്ലെങ്കിൽ അമല പോൾ ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോ ചേച്ചിയുടെ വോയിസ് കുറച്ച് മാറ്റി സംസാരിക്കേണ്ടി വരുന്നു. പക്ഷെ പിന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇപ്പം ഇൻഡസ്ട്രിയിൽ ആക്ടിംഗ് ഫീൽഡിലേക്ക് വന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഹാപ്പി അല്ലേ? പിന്നെ സ്ട്രഗിൾ എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ അർജുൻ സ്ട്രഗിൾ ചെയ്യുന്നു, നീലേഷേട്ടന്റെ സ്ട്രഗിൾ ഒക്കെ നമ്മൾ കുറെ, എനിക്ക് പേഴ്സണൽ ആയിട്ട് കുറെ അറിയാം. ഹന്നയും അതെ. ഹന്ന ആക്ച്വലി നമ്മൾ എന്താ രക്ഷാധികാരി ബൈജു അല്ലെ, ബൈജു എന്ന് പറഞ്ഞ സിനിമ, രക്ഷാധികാരി ബൈജു ഞാൻ ചെന്നൈയില് ഇതേപോലെ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ പോയി കണ്ട സിനിമയാണ്. അന്ന് ഞാൻ ചോദിച്ചു, നല്ല ഹീറോയിൻ ആണല്ലോ, നല്ലപോലെ അഭിനയിക്കുന്നുണ്ടല്ലോ, നല്ല കോംപ്ലിമെന്റ്. അല്ല, അന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു 8 കൊല്ലത്തിന് ശേഷം എന്റെ ഹീറോയിനായിട്ട് അഭിനയിക്കുന്ന ആളായിരിക്കും. അപ്പൊ അങ്ങനെ ഫസ്റ്റ് കണ്ടപ്പോ എന്ത് തോന്നി? ഞാൻ സെൽവ എന്ന് പറഞ്ഞ് സംസാരിച്ചത് ആ ഒരു ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടമല്ലായിരുന്നു. ചില ആൾക്കാർ ലേറ്റ് ആവുന്നല്ല ലേറ്റസ്റ്റ് ആവരെന്നൊക്കെ പറയുന്ന കണക്കാ. സെൽവ എന്നുള്ള ക്യാരക്ടർ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ ആ
കലേഷ് എന്നുള്ള പേരിനേക്കാളും ആൾക്കാർക്ക് സെൽവ എന്നുള്ള അതെ പേരാണ്. അതെ ആദ്യം ഓർമ്മ വരുന്ന ആ പേരായിരിക്കും. അതിനിപ്പോ കുറച്ച് എന്റെ മനസ്സിൽ ഫസ്റ്റ് ആ പേരാണ് ഓർമ്മ വന്നത്. ആണല്ലേ. സന്തോഷമേ ഉള്ളൂ അല്ലെ, നമ്മൾ അഭിനയിച്ച ഒരു കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യം. കലേഷ് മലയാളിയാണെന്ന് പലർക്കും അതും അറിയാത്തവര് കുറച്ച് പേരുണ്ട്. എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, പുള്ളി തമിഴല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അത് ആ ക്യാരക്ടർ അത്രയും റീച്ചായി. അതേപോലെ നീലേഷ് ചേട്ടൻ IT ഫീൽഡിൽ നിന്നാണ് ഇപ്പം ജോലിയൊക്കെ റിസൈൻ ചെയ്ത് സ്വന്തം പാഷനായിട്ടുള്ള സിനിമയിലേക്ക് വന്നത്. ഇപ്പൊ ഫസ്റ്റ് സിനിമ വരുവാണ്, ഇപ്പൊ എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് സിനിമ ആക്ച്വലി പറഞ്ഞ പോലെ ഒരുപാട് സ്ട്രഗിളിന് ശേഷം എന്ന് പറയാം. കാരണം കോവിഡ് ടൈമിലൊക്കെ ആക്ച്വലി ആ സമയത്തൊക്കെ നമ്മുടെ കുറെ സമയം പോയിട്ടുണ്ട്. ചിലപ്പോൾ ഫസ്റ്റ് സിനിമയൊക്കെ അന്നേ നടക്കുമായിരുന്നു എന്നൊക്കെ നമ്മളും പ്രതീക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നടക്കാതെ പിന്നെ നമുക്ക് തോന്നിയിട്ടുണ്ട് ഇത് സംഭവിക്കാനുള്ളത് എപ്പോഴായാലും സംഭവിക്കും. പിന്നെ അതിൻ്റെ ഇടയിലും നമ്മൾ ആഡ് ഫിലിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ സിനിമ നടക്കുമ്പോഴും ഇതിന്റെ ബാക്കെൻഡില് ഒരുപാട് വേറെ കുറെ സ്ട്രഗിൾസ് ഉണ്ട്. അപ്പോ എന്താ പറയാ, അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് എന്ന് പറയുന്നൊന്നുമില്ല, ബട്ട് സാറ്റിസ്ഫൈഡ് ആണ്. എന്നാലും ഫസ്റ്റ് ഫിലിം പുറത്തു വരുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഹാപ്പിനെസ് ഇല്ലേ? അതേപോലെ ഡെഫിനറ്റ്ലി ഉണ്ട്. വിഷമിച്ചാണോ? അല്ല, ഡെഫിനറ്റ്ലി ഹാപ്പി. അല്ല, പുള്ളിയുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ഇതാണ്. അതെ അതെ. അതിൽ കൂടുതൽ അങ്ങനെ സെറ്റിലൊക്കെ എങ്ങനെയാ? ഭയങ്കര ഫണ്ണാണോ അതോ ഡയറക്ടർ? He's very calm. That is something which we have to appreciate. ഡയറക്ടറിനോട് ചോദിക്കാം. അല്ല, അദ്ദേഹത്തിനെ കുറിച്ച് പറയാം ഞങ്ങൾ. അതായത് ഇപ്പൊ സെറ്റിൽ തന്നെ നമുക്ക് സിനിമ സംഭവിക്കുന്നതിന്റെ ഇടയിൽ, ഷൂട്ടിന്റെ ഇടയിൽ തന്നെ പലപ്പോഴും നിന്നു പോകുമോ, അല്ലെങ്കിൽ ഇത് അടുത്ത ദിവസത്തെ ഷൂട്ട് പോലും നടക്കുമോ എന്നൊക്കെ ഉള്ള സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ പുള്ളിയെ കണ്ടുകഴിഞ്ഞാൽ അതൊന്നും തോന്നില്ല. അപ്പൊ ഷോർട്ട് റെഡി അല്ലേ, അപ്പൊ തൊട്ടപ്പുറത്ത് സാർ ഞാൻ പണിയിട്ടിരിക്കേ സാർ എന്നൊക്കെ പറഞ്ഞിട്ട്, സാർ മുടിക്കല റെഡി. അപ്പം ഇപ്പുറത്തെ ഒരു സ്ട്രഗിളും ഇപ്പുറത്ത് ഫിലിം മേക്കറുമാണ്. അപ്പം ശരിക്കും സ്ട്രഗിള് നോട്ട് ജസ്റ്റ് എന്താണ് ബിഫോർ സ്റ്റാർട്ടിങ് ദിസ് ഫിലിം, ത്രൂ ഔട്ട് ഇതിപ്പോ പുറത്ത് കൊണ്ടുവരാൻ വരെയുള്ള സ്ട്രഗിൾ. സാവുന്നിടം വരെയും ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ഒരു ഫാക്ടർ ഉണ്ടാവില്ലേ? അല്ല, ഞാൻ എപ്പോഴും നമ്മുടെ ഇപ്പോ ഒരു സക്സസ് കിട്ടുമെന്നുള്ള ഒരു അഷുറൻസിന്റെ പുറത്ത് ഒരു കാര്യം ചെയ്യുന്ന ആളല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ശരിയായ രീതിയിൽ ചെയ്യുക, അതിനുള്ള എൻഡ് റിസൾട്ട് ഏതെങ്കിലും രീതിയിൽ നമുക്ക് കിട്ടും. ഇത് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ഭയങ്കര ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഡയലോഗാണ്. പക്ഷെ അത് ആക്ച്വലി ഭയങ്കര കറക്റ്റ് ആണ്. നമ്മള് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഡിസപ്പോയിന്റഡ് ആവും. ആക്ച്വലി നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടണമെന്നില്ല, അപ്പൊ നമ്മൾ ഡിസപ്പോയിന്റഡ് ആവും. അപ്പോ നമ്മൾ വർക്ക് ചെയ്യുക, അതിനുള്ള എഫേർട്ട്, റിസൾട്ട് എവിടെയെങ്കിലൊക്കെ കിട്ടും. ഇവരെയൊക്കെ കുറിച്ചൊരു വൺ വേർഡ് പറയാനാണെങ്കിൽ ഹന്നെ കുറിച്ച് എന്തായിരിക്കും പറയാനുള്ളത്? വൺ വേർഡിലൊന്നും തീർക്കാൻ പറ്റില്ല. വൺ വേർഡ് തീർക്കാൻ പറ്റത്തില്ല. ഹന്നയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹന്ന എനിക്ക് ഒരുപാട് മുന്നേ അറിയാം. അപ്പൊ ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്ന ഹന്ന ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര അത് കോമഡിയാണ്. അത് ഞാൻ പറഞ്ഞോട്ടെ, അത് ഞാൻ ഒന്ന് പറയാം. എന്നെ തന്നെ ട്രോളാനാണ്. അപ്പം ഫസ്റ്റ് എനിക്ക് കോൾ വന്നപ്പം നോർമലി നമ്മള് സംസാരിക്കുമ്പോൾ ഞാൻ ഇച്ചിരി പുറമെ വേറൊരാളെ കേൾക്കുമ്പോൾ വിചാരിക്കും ഭയങ്കര മെച്യൂർ ആണ്, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്, ഭയങ്കര വെരി സീരിയസ് ടൈപ്പ് പേഴ്സൺ. അത് ഫസ്റ്റ് ഡേ തന്നെ പൊളിഞ്ഞില്ലേ, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ഡേ തന്നെ മനസ്സിലായി പിരിപോയതാണ്. ഇത്രയും ഞാൻ പറയുമായിരുന്നില്ല. പിന്നെ അർജുൻ ചേട്ടൻ? അർജുന ഞാൻ കുഞ്ഞൽദോലാണ് അർജുനെ ആക്ച്വലി ശ്രദ്ധിക്കുന്നത്. അപ്പൊ അന്ന് എനിക്ക് ഒരു പ്രോമിസിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പിന്നെ അത് പിന്നെ കഴിഞ്ഞു. പിന്നെ അർജുനെ പിന്നെയും കണ്ടിട്ടുണ്ട് ഏതൊക്കെ ഞാൻ പേര് ഓർക്കുന്നില്ല. അപ്പൊ ഈ ഫിലിമിലേക്ക് അർജുൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ക്യാരക്ടർ നമ്മൾ കുറെ പേര് ആലോചിച്ചു. അതിനെന്താന്ന് വെച്ചാൽ ഈ ക്യാരക്ടർ അതായത് സൈഡായി പോകുന്ന പലർക്കും ചിലപ്പോ ഉള്ളിലൊരു പേടി ഉണ്ടാവും. പക്ഷെ ഈ ക്യാരക്ടർ ത്രൂ ഔട്ടും ഉണ്ട്. തുടക്കം മുതൽ ഇതിന്റെ അവസാന ക്ലൈമാക്സ് വരെയും ആക്ച്വലി ഈ ക്യാരക്ടർ ഉണ്ട്. അപ്പോ അത് അർജുന്റെ അടുത്ത് ഫോണിൽ പറഞ്ഞപ്പോ അർജുൻ അത് കിട്ടിയെന്ന് തോന്നുന്നു. പിന്നെ അർജുൻ ഭയങ്കര ഇനീഷ്യേറ്റീവ് എടുക്കും. ഇപ്പോ ചേട്ടാ ഞാൻ എന്താ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ പുറകെ നടന്ന് ഒരു ചെറിയൊരു സീൻ അല്ലെങ്കിൽ ചെറിയ എക്സ്പ്രഷൻ ആണെങ്കിൽ പോലും അതിന് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് ചോദിച്ച് മനസ്സിലാക്കി. ചിലപ്പോ അത്രയും ഞാൻ ചിലപ്പോ വേറെ കുറെ ഇതിന്റെ ഇടയിലാവും അതൊക്കെ മതി എന്ന് പറയും. പക്ഷെ അർജുൻ എന്നാലും അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള ഒരു പയ്യനാണ്.
അപ്പൊ കലേഷേട്ടനെ കുറിച്ച് കലേഷിനെ എനിക്ക് താരത്തിന്റെ ഒരു താരം എന്ന് പറഞ്ഞ ഫിലിം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാസ്റ്റിംഗ് ഒക്കെ നടക്കുന്ന ആ സമയം മുതൽ ആക്ച്വലി കലേഷിനെ എനിക്ക് അറിയാം. അപ്പൊ കലേഷ് എവിടെ കണ്ടാലും നമ്മളിങ്ങനെ ഭയങ്കര സ്നേഹമാണ്. അപ്പൊ ഈ ഒരു ഇതിന്റെ കാസ്റ്റിംഗിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അങ്ങനെ നിൽക്കുന്ന ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള ഒരാൾ വേണം എന്നുള്ള ഇതിലാണ് കലേഷിലേക്ക് എത്തിയത്. കലേഷും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. കലേഷ് ആക്ച്വലി ആക്ടിങ് വർക്ക്ഷോപ്പ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ അതിന്റെ കുറെ ഗുണങ്ങള് കലേഷിന്റെ ഈ ഡയലോഗ് ഓർത്തിരിക്കുന്നതിലും അത് പെർഫോം ചെയ്യുന്നതിലും, പിന്നെ ഡബിങ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതൊരു അഡ്വാൻറ്റേജ് ആണ്. മോഡുലേഷൻസും അങ്ങനെ കുറെ കാര്യങ്ങൾ വിചാരിക്കേണ്ട എന്താ ആരെ പറ്റി മോശം പറയാത്തല്ലേ? അല്ല ഇപ്പൊ ക്യാമറ ഓഫ് ചെയ്തിട്ട് പറഞ്ഞാൽ പോലെ. ഡയറക്ടറിന്റെ എല്ലാരെയും പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പം ഹന്നയ്ക്ക് എന്താണ് ഡയറക്ടറിനെ കുറിച്ച് പറയാനുള്ളത്? അങ്ങനെയാണെങ്കിൽ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ, ഇപ്പൊ ട്രെയിലർ കണ്ടല്ലോ, തിയേറ്ററിൽ കാണുമ്പോൾ യു ക്യാൻ സീ പലപ്പോഴും ഈ സിനിമയുടെ പകുതിയോ അല്ലെങ്കിൽ എൻഡ് ആകുമ്പോൾ ആൾക്കാർ ഓർക്കും ഇത് എങ്ങനെ ഷൂട്ട് ചെയ്തു എന്നുള്ള പലപ്പോഴും ചിന്തിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഇതെങ്ങനെ ഇത്ര കൺഫ്യൂസിംഗ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ ഓരോ സീൻ നോക്കുവാണെങ്കിൽ സീൻ 1 to സീൻ എൻഡ് വരെ 63-64 സീൻസ് അല്ലേ, ഇത്രയും സീൻസ് നോക്കുമ്പോഴും ഓരോ സീനും കൺഫ്യൂസിങ്, ചാലഞ്ചസ് ഉണ്ട് എല്ലാ സീനിനും. കാര്യം ക്യാമറ എടുക്കണം, ഫേസ് മാറണം, ആള് മാറണം, എവറിത്തിങ്. ആൻഡ് ഒരു ദിവസം 5-6 സീൻസ് ആയിരിക്കും, സീൻസ് ഓർ വോട്ടെവർ സബ് ഷോട്ട് അല്ല ചാർട്ട് ചെയ്തിരിക്കുന്നത്. സോ നോർമലി ഞാൻ പല സെറ്റിലും കണ്ടിട്ടുണ്ട് ഒരു ദിവസം 2 സീൻ ചാർട്ട് ചെയ്തെങ്കിൽ ഒരു അര സീൻ പോലും എടുക്കാതെ പാക്കപ്പ് പറയും. കാര്യം പല സിറ്റുവേഷൻസ് കാരണം. നമ്മുടെ മൂവിയിൽ ഒരു ദിവസം 2 സീൻ പറഞ്ഞാൽ ഹി മേക്ക് ഷുവർ ഹി ടേക്സ് 2 സീൻസ് ഓർ 3 സീൻസ്. അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് മൂവി ചാർട്ട് ചെയ്യുന്നു. ആൻഡ് കംപ്ലീഷൻ വിത്ത് ക്ലാരിറ്റി. നമുക്ക് എല്ലാ ആർട്ടിസ്റ്റിനും അന്നന്ന ദിവസം എന്തൊക്കെ ചെയ്യണം എങ്ങനെയാണെന്ന് പറഞ്ഞു തരും. എല്ലാ കാര്യങ്ങളും ഭയങ്കര കോർഡിനേഷൻ ആയിട്ട്. ആൻഡ് ദ ലീഡർഷിപ്പ് സ്കിൽ ഇസ് ദർ. സോ അത് ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഡെബ്യൂ മൂവി. പക്ഷെ നമുക്കൊരു ഡെബ്യൂ ഡയറക്ടറാന്ന് ഒരിക്കലും തോന്നില്ല. റിലീസ് ആവാതിരിക്കുമല്ലോ അത്. സോ അങ്ങനെ ആൻഡ് ദെൻ 35 days ഷൂട്ട് ഉണ്ടെങ്കിൽ 30 days തീർത്തിരിക്കും. സോ പ്രൊഡ്യൂസേഴ്സിന് ഇത് കേൾക്കുവാണെങ്കിൽ അറിയാം അവർക്ക് ലാഭമാണ് ഇഫ് ദേ വർക്ക് വിത്ത് ഹിം. So that is something commendable. And for us actors, അദ്ദേഹത്തിന്റെ സപ്പോർട്ട് അത് ഭയങ്കരമാണ്. അടിപൊളി. ഒറ്റ കാര്യമുള്ളൂ, ഇപ്പൊ ഇരിക്കണ മുഖമില്ലേ ഇങ്ങനെ തന്നെയായിരിക്കും ഷൂട്ട് ചെയ്യുമ്പോഴും ഒരു ടെൻഷൻ കാണൂല മുഖത്ത്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂറ്റി നോക്കണം. അതിലൂടെ പറയാനുള്ളത് നമ്മുടെ നൗഫലിന്റെ ചീഫ് അസോസിയേറ്റ്, അതിന്റെ കൂടെ തന്നെ കണ്ടിന്യൂറ്റി നോക്കുന്ന കണ്ടിന്യൂറ്റി നോക്കുന്ന എല്ലാം പണിയാണ്. കാരണം കലേഷേട്ടൻ ഞാനാണ് എന്റെ ക്യാരക്ടറിൽ, പിന്നെ കലേഷേട്ടൻ ആ ഡ്രസ്സ്, അതേ സ്ഥലം, അതേ സാധനങ്ങൾ, അതീ കണ്ടിന്യൂറ്റി നോക്കുന്ന പിള്ളേര്, പിന്നെ ചീഫ് അസോസിയേറ്റിന്റെ തല, എല്ലാവരുടെയും തല പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ആരുടെയും മുഖത്തൊരു ടെൻഷൻ കണ്ടിട്ടില്ല. അത് ആക്ച്വലി ഒരു കിള്ളൻ പരിപാടിയാണ്. അപ്പൊ നമുക്ക് സുഖമാണ്. വേണമെങ്കിൽ പോയി ചളി അടിച്ചാലും ഒന്നും മാറി നിൽക്കടാ എന്ന് പറയില്ല. ചളി അടിച്ചാലും പുള്ളി തൽക്കാലം കേൾക്കും. ചളി കേട്ടതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യും. കഴിഞ്ഞ ഇനി പോയി നമ്മുടെ DOP ഓൾസോ സ്പെഷ്യൽ മെൻഷൻ കോളിൻസ് ജി. അദ്ദേഹത്തിന്റെ ഇതിൽ ആരെങ്കിലും ഇംപ്രവൈസേഷൻ ചെയ്ത് കൊളാക്കിട്ടോ ഏതെങ്കിലും സീൻ? ഇല്ല, അങ്ങനെ കൊളാക്കുന്ന പെർഫോമൻസ് വൈസ് അങ്ങനെ കൊളാക്കുന്ന അല്ല. പക്ഷെ പെർഫോമൻസ് വൈസ് എനിക്ക് ഫീൽ ചെയ്തെന്താ വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഈ നമ്മളൊരു പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ, ലീഡ് റോൾ ചെയ്യുമ്പോൾ, ആ ആക്ടറും ഡയറക്ടറും തമ്മിലുള്ള ഒരു മാരേജ് ഓഫ് തോട്ട്സ് ആൻഡ് അത് ഭയങ്കരമായിട്ട് സെറ്റായി. ഞാനും നീലചേട്ടനും ആദ്യം സംസാരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഒരു വേവ് ലെങ്ത് ഭയങ്കര സിങ്ക് ആയത് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ടു ദി എക്സ്റ്റെന്റ് ദാറ്റ് പലപ്പോഴും സീൻസ് ചെയ്യുമ്പോൾ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും സീൻസ് ചെയ്യുമ്പോൾ ആ ഷോട്ട് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ചിലപ്പോൾ ഓർമ്മയുണ്ടോ, അത് എക്സാക്ട് സംഭവം പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പക്ഷെ ഞാനിങ്ങനെ നീലചേട്ടൻ്റെ അടുത്ത്, നീലചേട്ടൻ ഞാൻ ഇങ്ങനൊരു സാധനം പിടിക്കട്ടെ എന്ന് ചോദിച്ചു. നീലചേട്ടൻ ഫോണൊന്നും എടുത്ത് നോക്കി, ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നീലചേട്ടൻ ഒരു സ്ക്രീൻഷോട്ട് അയച്ചാണ്. ഇതെല്ലാം ഞാനിപ്പോ പറഞ്ഞു. അപ്പൊ ഞാൻ പുള്ളിയോട് പറയാൻ ഉദ്ദേശിക്കുന്ന പുള്ളി ഇങ്ങോട്ട് മെസ്സേജ് അയക്കലും നമ്മളുടെ ഒരു വേവ് ലെങ്ത് ഭയങ്കര സെറ്റ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ചർച്ചകൾ ചെയ്ത് സമയം, ചിലപ്പം നമ്മൾ പലപ്പോഴും പല സെറ്റുകളിലും ഭയങ്കര ഡിസ്കഷൻസ് ആയിരിക്കും. ഇതങ്ങനെ, അതിങ്ങനെ, ഇതെങ്ങനെ. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എൻഡ്ലെസ് ഡിസ്കഷൻ പോകാനുള്ള കണ്ടന്റ് ഉണ്ട്. പക്ഷെ നമ്മൾ എല്ലാവരും സെയിം പേജിലായിരുന്നുകൊണ്ട് അധികം ഡിസ്കഷന്റെ ആവശ്യം വന്നില്ല, കുറച്ച് സിങ്ക് ആയിരുന്നു. വേറൊരു കാര്യമുണ്ട്, ഇത്
എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങളൊരു കോർ ഒരു 4-5 പേർക്ക് ഒഴികെ ബാക്കിയുള്ളവർക്കൊന്നും അറിയത്തില്ല. ഇവന്മാർ എന്തായി ചെയ്യുന്നത് എന്നാണ് പലരും ചിന്തിക്കുന്നത്. അപ്പൊ ഇതില് ഇപ്പൊ എടുത്തു പറയേണ്ടത് ഇപ്പൊ നൗഫൽ ഇതിന്റെ ചീഫ് അസോസിയേറ്റ്, ഞാൻ നൗഫൽ, ഞങ്ങള് ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ മുതല് നമ്മൾ തന്നെ ഒരുപാട് ഇംപ്രവൈസേഷൻസും നൗഫലിന്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി ഇപ്പൊ എഡിറ്റർ മനു ഒക്കെ നമ്മുടെ കൂടെ ഒരുപാട് ഇതിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആക്ച്വലി ഇൻക്ലൂഡിങ് DOP കോളിൻസ്, അപ്പം നമ്മളൊരു ഈ 4 ഈ ടീമും പിന്നെ ഇവര് ആർട്ടിസ്റ്റ്, നമുക്ക് അറിയുള്ളൂ എന്താണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇവനെ മാറ്റിയിട്ട് മറ്റാളെ കൊണ്ട് നിർത്തി. അപ്പൊ അപ്പുറത്ത് ബാക്കിയുള്ളവർ ചിന്തിക്കും. ഞങ്ങളുടെ ഈവൻ ചില എഡിറ്റ്സ് വരെ തുടക്ക സ്റ്റേജിൽ ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട് ഷൂട്ടിംഗ് വൈസ്. നമുക്ക് ഒരുപാട് ബഡ്ജറ്റും ഒരുപാട് CGക്ക് ഉള്ള അതൊക്കെ സാധ്യതകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വേറെ രീതിയിൽ ചെയ്യാമായിരുന്നു. പക്ഷെ ഇതിൽ CG ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് എല്ലാം എഡിറ്റിംഗിൽ നമ്മൾ ഷോർട്ടിൽ തന്നെ എടുത്തിട്ടുള്ളതാണ്. അതിന് പിന്നെ ഒരു ബേസിക് ലെവൽ എഡിറ്റിംഗിൽ ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. പിന്നെ ഹന്ന കഴിഞ്ഞ സിനിമ ജിത്തു ജോസഫ് സാറിന്റെ കൂടെ ആയിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു അവരുടെ എക്സ്പീരിയൻസ്? ഗുഡ്. അത് ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ 2ാമത്തെ സിനിമ എനിക്ക് ഭാഗ്യം കിട്ടി. ഐ തിങ്ക് ഹി ഹാസ് ഓൾസോ വർക്ക്ഡ്. സോ പുള്ളിയോട് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ബിഗ് ബ്ലെസ്സിങ്. ലൈക്ക് ഇപ്പൊ ഞാൻ ജിത്സാറിന്റെ പണ്ട് ദൃശ്യം ഞാൻ മേ ബി ഇയേഴ്സ് ബാക്ക് കണ്ടു. അന്നേരം ഞാൻ ഒരിക്കലും ഓർത്തില്ല അദ്ദേഹത്തിന്റെ സിനിമയുടെ ഭാഗമാകാൻ കഴിയുമെന്ന്. അപ്പം വർക്കിംഗ് വിത്ത് ഹിം ടോട്ട് മീ മെനി തിങ്സ്. ഞാൻ എപ്പോഴും ക്യാമറയുടെ ബിഹൈൻഡ് എന്തെങ്കിലും വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ അപ്പൊ ഞാൻ നീലേഷിയുടെ കയ്യിൽ നിന്നാണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെന്റിലാ? ഡിറക്ഷൻ ആൻഡ് സ്ക്രിപ്റ്റ്. ഡിറക്ഷൻ ആണ് എനിക്ക് ഇഷ്ടം. പക്ഷെ ഐ എം ജസ്റ്റ് ലേണിംഗ്. ഇപ്പം ഞാനിപ്പം ഓരോ സിനിമ കാണുമ്പോഴും അതെനിക്കൊരു ഫ്രീ ക്രാഷ് കോഴ്സ് പോലെ ഓരോ കാര്യം ഇങ്ങനെ ലൈക്ക് ഐ ലൈക്ക് ലേണിംഗ്. സോ ഇപ്പൊ അഭിനയം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സോ അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുമ്പോൾ ഹി ടീച്ചേഴ്സ് യു, ടെൽസ് യു, ഹന്ന ഈ ഇങ്ങനെ ഇത്ര എക്സ്പ്രഷൻ ഈ മീറ്റർ പിടിച്ചാൽ മതി, ഇത് മതി. ഈ ലക്ഷ്യം പറഞ്ഞായിരുന്നു പല സാധനങ്ങളും ഞാൻ ഓവറാക്കുമ്പോൾ പറയും ഓവറാക്കണ്ട, കുറയ്ക്കും. ഓരോ കാര്യങ്ങൾ കറക്റ്റ് ആക്കും. സോ ഫോർ മീ ഇറ്റ് ഇസ് ഗുഡ് തിങ്. എനിക്ക് പറഞ്ഞ് ഫ്രീ ആയിട്ട് എനിക്ക് ഒരു കോഴ്സ് നോളജ് കിട്ടുന്ന പോലെ. സോ അതൊക്കെ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. സോ വർക്കിംഗ് വിത്ത് ഹിം ഇസ് an honor and blessing for me. I'll cherish it always. അതേപോലെ അർജുൻ ചേട്ടൻ തുടക്കം എന്ന് പറഞ്ഞ വിസ്മയയുടെ ഫസ്റ്റ് മൂവിയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്? അതേപോലെ ആശകളായിരവും എല്ലാം ജൂഡായിട്ടാണ്. 2 സിനിമയിലേക്കും ജൂഡായിട്ടാണ്. ജൂഡ് ആന്റണി ജോസഫ് തന്നെ വിളിക്കുന്നത്. അതിന് വലിയൊരു നന്ദി. കാരണം നമുക്ക് വലിയൊരു പടത്തിന്റെ ഭാഗമാവാൻ പറ്റുക പറയുന്നത് തന്നെ ഒരു സമാധാനമുള്ള കേസല്ലേ. കണ്ടിറങ്ങിയിട്ട് ചെറിയ ക്യാരക്ടർ ആണെങ്കിലും ഇഷ്ടമായി കേൾക്കുമ്പോൾ അതിലും ഇഷ്ടം. ഇപ്പൊ ചേട്ടനെ പറയുന്ന പോലെ അത്രയും വലിയൊന്നും അല്ല, സെറ്റപ്പ് അല്ല എന്റെ, എന്നാലും കുഴപ്പമില്ലാത്ത എല്ലാവർക്കും ഇഷ്ടം. ഹാപ്പി. ഇതാണെങ്കിൽ പോലും തുടക്കമാണെങ്കിൽ പോലും നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. അഗൈൻ വിസ്മയുടെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ് ആ സീൻസ് വരുന്നത്. അവരെയൊക്കെ പറ്റി വിസ്മയെ പറ്റിയാണ് അതാണ് ചോദിച്ചത് തുടക്കത്തിൽ. എക്സ്പീരിയൻസ് വാസ് സോ ഗുഡ്. ജൂഡേട്ടൻ്റെ കൂടെ ഡയറക്ട് ചെയ്യുന്ന 2ാമത്തെ പടത്തിലായിരുന്നു. സാറാസിലുണ്ടായിരുന്നു, ശേഷം ഇതിലും ഉണ്ടായിരുന്നു. രസമാണ്. മൊത്തം നൈറ്റ് ഷൂട്ടുകളായിരുന്നു ഞങ്ങൾക്ക് ഉള്ളത് മൊത്തം. പിന്നെ കോ ആക്ടർ എന്നുള്ള നിലയിൽ നമ്മുടെ കൂടെ ഉള്ളത് വിസ്മയാണ്. വിസ്മയം തന്നെയാണ് ശരിക്കും. ഞാൻ പറയുന്ന എന്തും നന്നായിട്ട് അഭിനയിക്കട്ടെ. ഞാൻ പറയാൻ ആളല്ല, ഇത്രയും വലിയ നടന്റെ മകളാണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഞാൻ എൻ്റെ കുറെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും നന്നായിട്ട് പെരുമാറുന്ന ഒരു കുട്ടി. അപ്പോ ചിലർ അതിന് തന്നെ വർക്ക് ചെയ്തേക്കുന്നവർ പറഞ്ഞു, പ്രണവ് മോഹൻലാൽ ആണെങ്കിൽ പോലും സെയിം എന്താണോ അതിന്റെ വേറൊരു ഡിറ്റോ കോപ്പിയാണ് വിസ്മയ. നമ്മളെയൊക്കെ ക്യാരി ചെയ്യുന്നത് ഇങ്ങനെ ഒരു ആവശ്യമില്ല. ഇപ്പുറത്തിരിക്കുന്ന ഒരാള് എന്താന്ന് നോക്കേണ്ട ആവശ്യം അവർക്ക് ആക്ച്വലി ഇല്ല. എന്നാലും നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചിലപ്പോൾ മാറി പേടിച്ചിട്ടൊക്കെ ബാക്കി വന്നിരിക്കുമ്പോൾ പുള്ളിക്കറി അടുത്ത് വന്നിട്ട് എന്തിനാ മാറിയിക്കണേ, ഇവിടെ വന്നിരുന്നേ എന്ന് പറയുന്ന, അപ്പൊ നമ്മളെ അങ്ങനെ കംഫർട്ടബിൾ ആക്കും. നമുക്ക് പോകാനൊരു പേടിയായിരിക്കാം, റെസ്പെക്ട് കൊണ്ടായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളിലും എല്ലാവരെയും ഹാപ്പി ആക്കുന്ന ഒരു ക്യാരക്ടറാണ് വിസ്മയ. രസമായിരുന്നു. പരിപാടി കഴിഞ്ഞു, ഏപ്രിൽ റിലീസാണ്. വെയിറ്റിംഗ് അപ്കമിങ് ഞാനൊരു വെബ് സീരീസ് ചെയ്തിരുന്നു, ഒരു ഹിന്ദി വെബ് സീരീസ്, അത് വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഒരു പടത്തിന്റെ ഷൂട്ട് നടക്കുന്നു. ഞാനും കലാരഞ്ജിനി ചേച്ചിയുമാണ് അതിനകത്ത്. അതിന്റെ ഒരു ഷെഡ്യൂൾ ബ്രേക്കിലാണ് ഇപ്പോൾ. ഇനിയിപ്പം നമ്മുടെ റിലീസിന് ശേഷം 6-ാം തീയതി റിലീസ്, അതൊരു 10-ാം തീയതി ഒക്കെ ആകുമ്പോൾ അതിന്റെ നെക്സ്റ്റ് ഷെഡ്യൂൾ തുടങ്ങും. അത് ഒരു ബൈലിംഗ്വൽ ആയിട്ടുള്ള ഒരു മലയാളം തമിഴ് രണ്ടും കലർന്നിട്ടുള്ള ഒരു സിനിമയാണ്. അതിനകത്ത് ചേച്ചിയും ഞാനും പിന്നെ
കുറച്ച് തമിഴ് ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. തലൈവാസൽ വിജയ്, അദ്ദേഹം, പിന്നെ രമേഷ് തിലക്, അങ്ങനെ കുറച്ച് തമിഴ് ആക്ടേഴ്സും നമ്മൾ കുറച്ച് മലയാളി ആക്ടേഴ്സും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ നല്ല രസമായിട്ട് വരുന്നുണ്ട്. അതും ഡെബ്യൂ ഡയറക്ടറാണ്, അഭയ് എന്ന് പറഞ്ഞിട്ട്, അഭയ് ശങ്കർ. അത് വരട്ടെ. അതിന്റെ ടൈറ്റിൽ ഇപ്പൊ ഒരു വർക്കിംഗ് ടൈറ്റിൽ മാത്രമേ ഉള്ളൂ, അതൊന്നും പറയാൻ പറ്റില്ല. അത് എന്തായാലും വരട്ടെ. അതേപോലെ ഹന്നയുടെ ഫ്യൂച്ചർ പ്രോജക്ട്സ് സൈൻ ചെയ്തിരിക്കുന്ന ഒരു തമിഴ് സംസാരിച്ചിട്ടുണ്ട്, എന്തെന്നെ മലയാളം. അത് ഷൂട്ട് തുടങ്ങിയിട്ടില്ല, വെയിറ്റിംഗ് ഫോർ ഇറ്റ്. അപ്പം കലേഷേട്ടാ നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട്. അയ്യോ, ഞാനാ? ദേ അർജുനല്ലേ പാട്ടിന്റെ ആള്. അർജുൻ അങ്ങനെയൊന്നുമില്ല, ഞാൻ ലിറിക്സ് കിട്ടിയോ. അർജുൻ തുടങ്ങും, ഞങ്ങള് കൂടെ പാടാം. അതെ, നമ്മൾ മറ്റേ പാട്ട്. രണ്ടുപേരോട് ഒരുമിച്ചൊരു പാട്ട്. അതെ, നമുക്ക് ഒരുമിച്ച് പാടാം. എന്തായാലും ചേട്ടന്റെ ഇഷ്ടപ്പെട്ട പാട്ടാണ്, അത് എനിക്ക് പകർന്നപ്പോ എനിക്ക് ഇഷ്ടമായി. അടുത്ത ഇനിയുള്ള പരിപാടികളിലൊക്കെ ഞാൻ പാടുന്ന ഒപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാ. കുഞ്ഞിക്കവിൽ മേഘമേ തുള്ളിത്തുളുമ്പാതെ നീ പഞ്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ട് മുറിയും ചെറുമുന നോക്കുകൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിന്റെ മുഖമേ വിങ്ങിപ്പിടയാതെ നീ വെറുതെ വെറുതെ ഈ നൊമ്പരമിതോ വെറുതെ. രണ്ടുപേരും അടിപൊളിയായിട്ട് പാടി. ചെയ്യാനല്ലേ. അയ്യോ അല്ലല്ല, എന്റെ ആളെ തോട്ടയും പോയിരിക്കുന്നു. എന്താണ് പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പം ഇത് തന്നെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ള കഥയുള്ള സിനിമയാണ്. അപ്പൊ നമ്മള് വ്യത്യസ്തമായ സിനിമകളും ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും ഭയങ്കര വ്യത്യസ്തമായ ഒരു കഥയും ട്രീറ്റ്മെന്റുമാണ്. അപ്പോൾ അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. ട്രെയിലറും സോങ്സും ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഒരു പുതിയ ടീമാണ്, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നല്ല സിനിമയായിരിക്കും, തിയേറ്ററിൽ വന്ന് കാണുക. മാർച്ച് 6-ാം തീയതി റിലീസ്. ഓക്കെ, അപ്പം മാർച്ച് 6-ാം തീയതി ഫേസസ് എന്നുള്ള പുതിയ സിനിമ റിലീസാണ്. അപ്പം എല്ലാവർക്കും, ഓരോ വ്യൂവേഴ്സിനും ഒരു സിനിമ തന്നെ എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആയിരിക്കും. സോ ഒരാളുടെ റിവ്യൂ കേട്ടിട്ട് പോണ്ടോ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ എല്ലാവരും നല്ല മനസ്സോടെ, പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ ഈ സിനിമ കാണുക. നല്ലതാണെങ്കിൽ സ്വീകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു അഞ്ജന, താങ്ക് യു സോ മച്ച്. താങ്ക് യു.